കോഴിക്കോട് താമരശ്ശേരിയിൽ ഫ്രഷ് കട്ട് സംഘർഷത്തിൽ സമരസമിതി ചെയർമാനും കൺവീനറും അടക്കം 12 പേർ അറസ്റ്റ് വരിച്ചു. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ ആകെ എണ്ണം 44 കഴിഞ്ഞ ഒക്ടോബർ 21 ഫ്രഷ് കട്ട് സംഘർഷം. ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണത്തിനെതിരായ പ്രതിഷേധത്തിനിടെ വലിയ സംഘർഷമായിരുന്നു ഉണ്ടായിരുന്നത്. സംഘർഷത്തിനിടെ ഫ്രഷ് കട്ട് ഫാക്ടറിക്ക് തീയിട്ടു. സംഘർഷത്തിൽ പോലീസുകാർക്കും നാട്ടുകാർക്കും പരിക്കേറ്റിരുന്നു. കോഴിക്കോട് റൂറൽ SP ഉൾപ്പെടെ നിരവധി പോലീസുകാർക്കും സമരക്കാർക്കുമാണ് സംഘർഷത്തിൽ പരിക്കേറ്റിരുന്നത്. നാട്ടുകാർ നടത്തിയ പ്രതിഷേധമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഈ കേസിലാണ് പ്രതി ചേർക്കപ്പെട്ട 12 പേർ അറസ്റ്റ് വരിച്ചത്. സമാധാനമായി നടന്നിട്ടുള്ള സമരം അതൊരു പ്രക്ഷുബ്ധ രംഗത്തേക്ക് എത്തിച്ചതിന് വലിയ കാരണക്കാർ ആ ഫ്രഷ് കട്ട് ഉടമകൾ തന്നെയാണ്. ആ ഉടമകൾ ഉണ്ടാക്കിയ ഒരു കുറ്റത്തിനാണ് ഇപ്പോ ഒരുപാട് ആളുകൾ ജയിലിലേക്ക് പോയി അവസാനമായി സമര നായകന്മാരായിട്ടുള്ള പ്രിയപ്പെട്ട ബാബുവിന്റെയും മുജീബിന്റെയും പുഷ്പന്റെയും ഒക്കെ നേതൃത്വത്തിൽ കുറച്ച് ആളുകൾ കൂടി ഇന്ന് ഈ പോലീസിൽ ഹാജരാകുന്നത്. ശുദ്ധവായു ശുദ്ധജലം അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, ഞങ്ങൾക്ക് കിട്ടിയേ തീരൂ. അതിനു വേണ്ടിയിട്ടുള്ള ഈ സമരം ഞങ്ങളുടെ ഇനിയും മുന്നോട്ട് ഇതിനൊരു അറുതി വരുന്നത് വരെ ഞങ്ങൾ മുന്നോട്ട് ആ സമരം നയിച്ചുകൊണ്ട് പോകുമെന്നുള്ളത് ഉറപ്പാണ്. താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എത്തി അറസ്റ്റ് വരിക്കുകയായിരുന്നു ഇവർ. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 44. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.